ഹായ് ഗായ്സ്, നമുക്ക് ഇന്ന് ഓട്ടോകാഡിൽ എങ്ങനെ ഒരു 2D ഫ്ലോർ പ്ലാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു റഫായിട്ട് ഒരു ഫ്ലോർ പ്ലാൻ വരച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലോട്ട് വരയ്ക്കാം, ഓട്ടോകാഡിൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. യൂണിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായി UN എൻ്റർ എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. ദെൻ ഇവിടെ ഈ പ്രിസഷൻ എന്നുള്ളത് 0 ആക്കി കൊടുക്കുക. ദെൻ ഇവിടെ മില്ലിമീറ്റേഴ്സ് എന്നുള്ളത് നമുക്ക് സെൻറ്റിമീറ്റേഴ്സ് ആക്കി കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. അതിനുശേഷം L എൻ്റർ എന്ന് ടൈപ്പ് ചെയ്ത് എവിടെയെങ്കിലും സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്തതിന് ശേഷം 3000 ഡബിൾ എൻ്റർ സെറ്റ് എൻ്റർ എൻ്റർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലെയിൻ ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാൻ വരച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു 4 ടൂളുണ്ട്. ഓട്ടോകാഡിൽ ഒരുപാട് ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് ഇപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു 4 ടൂൾ മാത്രം നമുക്കൊന്ന് പരിചയപ്പെടാം. മെയിനായിട്ട് ഈ ഒരു 4 ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്ലാൻ വരയ്ക്കാൻ പോകുന്നത്. ലൈൻ ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി L എൻ്റർ എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ലൈൻസ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. F8 എന്ന കീ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓർത്തോ ഓൺ ആവുന്നതാണ്. ഓർത്തോ എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് 90 ഡിഗ്രീസിൽ മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓർത്തോ ഓഫ് ആക്കാൻ വേണ്ടി F8 ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏത് വശത്തോട്ടും ലൈൻസ് വരയ്ക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ടൂളാണ് ട്രിം ടൂൾ. ഈ ഒരു ലൈനിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ട്രിം ടൂൾ യൂസ് ചെയ്ത് ട്രിം ചെയ്ത് കളയാവുന്നതാണ്. അതിനായി TR ഡബിൾ എൻ്റർ എന്ന് കീബോർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രിം ചെയ്യേണ്ട ലൈനിൽ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായി എക്സ്റ്റെൻഡ് ടൂളാണ്. ഈ ഒരു ലൈനിലോട്ട് ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീബോർഡിൽ EX ഡബിൾ എൻ്റർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്റ്റെൻഡ് ആവേണ്ട ലൈനിൽ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നാലാമത്തെ ടൂളാണ് ഓഫ്സെറ്റ് ടൂൾ. ഓഫ്സെറ്റ് ടൂൾ യൂസ് ചെയ്യാനായി O എൻ്റർ എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ ഓഫ്സെറ്റ് ആവേണ്ടത് എന്നുള്ള വാല്യൂ കൂടി നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 30 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യേണ്ട ലൈനിൽ ജസ്റ്റ് പിക്ക് ചെയ്തതിന് ശേഷം ഏത് ഡയറക്ഷനിലോട്ടാണോ ആ ലൈൻ ഓഫ്സെറ്റ് ആവേണ്ടത് ആ ഡയറക്ഷനിലോട്ട് കേഴ്സർ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഈ ഒരു 4 ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബേസിക്കായിട്ട് എങ്ങനെ ഈ ഒരു പ്ലാൻ വരച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ആ റഫ് പ്ലാൻ ഞാനിവിടെ സ്ക്രീനിൽ എനിക്ക് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കാണാൻ വേണ്ടി ഞാനത് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇമേജ്. അതിനായി ജസ്റ്റ് കീബോർഡിൽ ഇമേജ് അറ്റാച്ച് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് ഓട്ടോകാഡ് സ്ക്രീനിലോട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പ്ലാൻ എങ്ങനെ ഓട്ടോകാഡിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാമെന്ന് നോക്കാം. അതിനായി ലൈൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വെർട്ടിക്കലി ഒരു വലിയ ലൈൻ വരയ്ക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഹൊറിസോണ്ടലി ഒരു ലൈൻ വരയ്ക്കുന്നു. നമുക്ക് ആദ്യം ഈ ഒരു വശത്തോട്ടുള്ള ലൈൻസ് എല്ലാം നമുക്ക് ഓഫ്സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് താഴ്ന്ന് മുകളിലോട്ടുള്ളതെല്ലാം ഓഫ്സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വരയ്ക്കുന്നതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. സോ നമുക്കിവിടെ ആദ്യം തന്നെ 210 ആണ് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഓഫ്സെറ്റ് ചെയ്യേണ്ട സൈസ്. സോ നമ്മൾ ആദ്യം തന്നെ വാൾ തിക്നെസ് കൊടുക്കണം. അതുകൊണ്ട് O എൻ്റർ 24 എൻ്റർ എന്ന് കൊടുത്ത് ഓഫ്സെറ്റ് ചെയ്യുന്നു. അകത്തോട്ടാണ് ഓഫ്സെറ്റ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ അകത്തോട്ടാണ് ഓഫ്സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒന്നുകൂടെ O എൻ്റർ 210 എൻ്റർ എന്ന് കൊടുക്കുന്നു. ദെൻ ഓഫ്സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഈ ഓഫ്സെറ്റ് ചെയ്ത ലൈനിനും ഒരു വാൾ തിക്നെസ് വേണം. സോ അതിനും നമ്മൾ O എൻ്റർ 24 എൻ്റർ എന്ന് ടൈപ്പ് ചെയ്ത് വാൾ തിക്നെസ് കൊടുക്കുന്നു. സോ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഡിസ്റ്റൻസ് ഓക്കെ ആയിട്ടുണ്ട്. ദെൻ അടുത്തതായി നമുക്ക് ബെഡ്റൂമിൻ്റെ ഡിസ്റ്റൻസ് നോക്കാം. ബെഡ്റൂമിൻ്റെ ഡിസ്റ്റൻസ് 350 ആണ് വരുന്നത്. O എൻ്റർ 350 എൻ്റർ എന്ന് കൊടുത്ത് ഓഫ്സെറ്റ് ചെയ്യണം. ഈ ഒരു ലൈനിന് നമുക്ക് സെയിം വാൾ തിക്നെസ് കൊടുക്കണം. സോ O എൻ്റർ 24 എൻ്റർ എന്ന് കൊടുത്ത് ഒന്നുകൂടെ ഓഫ്സെറ്റ് ചെയ്യാം. സോ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഓഫ്സെറ്റ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് ആണ് ഹാളിൻ്റെ ഡിസ്റ്റൻസ്. ഹാളിൻ്റെയും സിറ്റ് ഔട്ടിൻ്റെയും സെയിം ഡിസ്റ്റൻസ് ആണ്, 300 ആണ് വരുന്നത്. അത് നമ്മുടെ ഈ ഒരു ലൈനിൽ നിന്നാണ് ആ ഒരു 300 നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇവിടെ നിന്ന് 300 ഓഫ്സെറ്റ് ചെയ്യാം. സോ നമുക്ക് O എൻ്റർ 300 എൻ്റർ എന്ന് കൊടുത്ത് ഓഫ്സെറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് 24 വാൾ തിക്നെസ് കൊടുക്കണം. സോ O എൻ്റർ 24 എൻ്റർ ഓഫ്സെറ്റ്. ഇനി നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാനുള്ളത് കിച്ചണിൻ്റെ ഡിസ്റ്റൻസ് ആണ്. 490 ആണ് കിച്ചണിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അതും ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ലൈനിൽ നിന്ന്. സോ ബെഡ്റൂമിൻ്റെ ലൈൻ ഏതായിരുന്നു? ഇതാണ്. O എൻ്റർ 490 എൻ്റർ ഓഫ്സെറ്റ്. O എൻ്റർ 24 എൻ്റർ ഓഫ്സെറ്റ്. ഓക്കെ, ഇപ്പം നമ്മുടെ വെർട്ടിക്കലി ഉള്ള എല്ലാ ലൈൻസും ഓഫ്സെറ്റായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ന്ന് മുകളിലോട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് എല്ലാം നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. അതിനായി ആദ്യം തന്നെ നമുക്ക് സിറ്റ് ഔട്ടാണ് ഓഫ്സെറ്റ് ചെയ്യാനുള്ളത്. സിറ്റ് ഔട്ട് 150 ആണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. O എൻ്റർ 150 എൻ്റർ ഓഫ്സെറ്റ്. ഇതിന് നമുക്ക് വാൾ തിക്നെസ് കൊടുക്കാം. O എൻ്റർ 24 എൻ്റർ ഓഫ്സെറ്റ്.
അടുത്തതായി നമുക്ക് ബെഡ്റൂമിൻ്റെ 300 എന്ന സൈസ് ഓഫ്സെറ്റ് ചെയ്യാം. O and 300 and ഓഫ്സെറ്റ്. വാൾ തിക്നെസ് കൊടുക്കാം. O and 24 and ഓഫ്സെറ്റ്. ഇനി ഞാൻ അടുത്ത ടോയ്ലറ്റിൻ്റെ റൂം സൈസ് ഓഫ്സെറ്റ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾക്ക് കുറച്ചും കൂടി പ്ലാൻ മനസ്സിലാവാൻ വേണ്ടി ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ലൈൻ ഹാളിലോട്ട് കയറി നിൽക്കുന്നത് ഞാൻ ഇപ്പം തന്നെ അതൊന്ന് ട്രിം ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രിം ടൂള് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ TR എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേണ്ട പോർഷൻസ് മാത്രം പിക്ക് ചെയ്ത് കളയാൻ പറ്റും. ബട്ട് എനിക്കിപ്പോൾ ഈ ഒരു ലൈനിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ മുഴുവൻ ലൈൻസ് എനിക്ക് വേണ്ട. സോ ഞാൻ TR യൂസ് ചെയ്ത് ഓരോന്നായിട്ട് കളയുന്നതിന് പകരമായി ഈ ഒരു ലൈൻ ക്ലിക്ക് ചെയ്ത് TR സിംഗിൾ എൻഡർ മാത്രം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലൈനിൻ്റെ ഏത് വശത്തെ ലൈൻസ് ആണോ വേണ്ടാത്തത് ആ ഒരു വശത്തെ ലൈൻസ് ജസ്റ്റ് പിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ടോയ്ലറ്റിൻ്റെ ഡിസ്റ്റൻസ് 180 ഓഫ്സെറ്റ് ചെയ്യാം. O and 180 and ഓഫ്സെറ്റ്. വാൾ തിക്നെസ് കൊടുക്കാം. O and 24 and ഓഫ്സെറ്റ്. ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ പോരാ ഈ ഒരു പ്ലാൻ വരയ്ക്കാനായി. സോ അതുകൊണ്ട് ജസ്റ്റ് ഞാനിവിടെ ഒരു ലൈൻ വരച്ച് EX ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എനിക്ക് എക്സ്റ്റെൻഡ് ആവേണ്ട ലൈൻസ് എല്ലാം ഞാനൊന്ന് പിക്ക് ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് അടുത്ത ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 340 ആണ്. O and 340 and ഓഫ്സെറ്റ്. O and 24 and ഓഫ്സെറ്റ്. ഇനി നമുക്ക് ഈ ഒരു വശത്ത് ഹാളുണ്ട്, കിച്ചൺ ഉണ്ട്. ഹാളിൻ്റെ സൈസ് വരുന്നത് 573 ആണ്. സോ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് O and 573 and ഓഫ്സെറ്റ്. O and 24 and ഓഫ്സെറ്റ്. ഓക്കെ, നമുക്ക് ഹാളിൻ്റെ വാൾ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തോട്ട് മാത്രമേ ആവശ്യമുള്ളൂ, ഈ ഒരു ഭാഗത്തോട്ട് ആവശ്യമില്ല. സോ നമുക്ക് ട്രിം ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു ലൈൻ ക്ലിക്ക് ചെയ്യുക, TR സിംഗിൾ എൻഡർ കൊടുക്കുക. നമുക്ക് വേണ്ടാത്ത പോർഷനിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ക്ലിക്ക് ചെയ്യുക. ഇനി കിച്ചൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് 270 ആണ്. O and 270 and ഓഫ്സെറ്റ്. O and 24 and ഓഫ്സെറ്റ്. ഓക്കെ, നമുക്കിവിടെ ഏകദേശം നമ്മുടെ പ്ലാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം ഒന്ന് ട്രിം ചെയ്ത് കളയാം. അതിനായി TR ടൈപ്പ് ചെയ്ത് ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം നമുക്ക് ട്രിം ചെയ്ത് കളയാം. നമ്മുടെ സിറ്റ് ഔട്ടിന് പോർഷൻ വരുന്നത് ഇത്രയും ഭാഗം മാത്രമാണ്. സോ നമുക്ക് ബാക്കി താഴെയുള്ള എല്ലാ ലൈൻസും ട്രിം ചെയ്ത് കളയാം. TR ഇത്രയും പോർഷൻ ആവശ്യമില്ല, ഇതെല്ലാം നമുക്ക് ട്രിം ചെയ്ത് കളയാം. നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഈ ഒരു വാള് നമുക്ക് 2 ബെഡ്റൂമിലോട്ട് കയറി നിൽക്കുന്നുണ്ട്, അത് നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഹാളിൻ്റെ ഈ ഒരു വാളും കിച്ചണിലോട്ട് കയറി നിൽക്കുന്നുണ്ട്, അതും ട്രിം ചെയ്ത് കളയാം. നമുക്ക് ഈ ഒരു പോർഷനും ആവശ്യമില്ല, പ്ലാൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതും അങ്ങനെ ട്രിം ചെയ്ത് കളഞ്ഞു. ഇനി കുറച്ച് ഇങ്ങനെ അൺനെസറി ആയിട്ടുള്ള ലൈൻസ് കുറച്ചുണ്ടാകും, അതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇറേസ് ചെയ്യുക. ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറേസ് ചെയ്യേണ്ട ലൈൻസ് നമുക്ക് സെലക്ട് ചെയ്യുക. ദെൻ എൻ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറേസ് ആവുന്നതാണ്. സിറ്റ് ഔട്ടിൽ ഇവിടെ 2 പില്ലർ കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കാനായി O and 24 എന്ന് കൊടുത്ത് ഇവിടെ ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം TR കൊടുത്ത് ഈ ലൈൻസ് എല്ലാം ട്രിം ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ പില്ലർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾ പ്ലാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു പോർഷൻ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ആണ്, ഇവിടെ നമുക്ക് വാളില്ല. സോ അത് നമുക്കൊന്ന് ട്രിം ചെയ്ത് കളയാം. TR ട്രിം. സോ നമ്മുടെ പ്ലാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറിൻ്റെ സ്പേസ് കാണിച്ചു കൊടുക്കാം. ഇവിടെ MD എന്ന് പറയുന്നത് മെയിൻ ഡോറാണ്. D1 എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ, ബാത്റൂം, അങ്ങനെയുള്ള നോർമലായിട്ട് അകത്ത് വരുന്ന എല്ലാ റൂംസിൻ്റെയും ഡോറാണ് D1. D2 എന്ന് പറയുന്നത് ടോയ്ലറ്റിൻ്റെ ഡോറാണ്. കാരണം മറ്റുള്ള റൂമുകളുടെ ഡോറിനേക്കാളും വിഡ്ത്ത് ടോയ്ലറ്റിൻ്റെ ഡോറിന് കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് ഇത് D2 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് മെയിൻ ഡോറിനോട് ഒരു 100 ഓഫ്സെറ്റ് കൊടുക്കാം. O and 100 and ഓഫ്സെറ്റ്. ദെൻ നമുക്ക് ട്രിം ടൂൾ യൂസ് ചെയ്ത് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാം. TR ട്രിം. ദെൻ നമുക്ക് ഈ ഒരു ലൈൻ ആവശ്യമില്ല, സോ ഇതും നമുക്കൊന്ന് ട്രിം ചെയ്ത് കളയാം. TR ട്രിം. സോ നമുക്ക് മെയിൻ ഡോറിൻ്റെ സ്പേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ സ്പേസ് നോക്കാം. മെയിൻ ഡോറിനേക്കാളും ബെഡ്റൂമിൻ്റെ ഡോറ് കുറച്ച് സൈസ് കുറവായിരിക്കും. സോ നമുക്ക് ഇവിടെ ബെഡ്റൂമിൻ്റെ ഡോറിന് ഒരു 90 ഓഫ്സെറ്റ് ചെയ്യാം. O and 90 and ഓഫ്സെറ്റ്. അതുപോലെ തന്നെ ഇവിടുത്തെ ബെഡ്റൂമിനും ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കിത് ട്രിം ചെയ്ത് കളയാം. TR ട്രിം. ഈ ഒരു ലൈൻസ് നമുക്ക് ആവശ്യമില്ല, സോ നമുക്കിത് ട്രിം ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഈ ഒരു ലൈനും ട്രിം ചെയ്ത് കളയാം. ഇനി നമുക്ക് കിച്ചണിൻ്റെ ഡോർ നോക്കാം. O and 90 and ഓഫ്സെറ്റ്. TR ട്രിം. ഇനി നമുക്ക് ടോയ്ലറ്റിൻ്റെ ഡോർ നോക്കാം. ടോയ്ലറ്റിൻ്റെ ഡോർ നമുക്ക് ബെഡ്റൂമിൻ്റെ കിച്ചണിൻ്റെ ഡോറിനേക്കാളും കുറച്ച് സൈസ് കുറവായിരിക്കും. സോ നമുക്കത് 80 കൊടുക്കാം. O and 80 and ഓഫ്സെറ്റ്. നമുക്ക് ട്രിം ചെയ്യാം. TR ട്രിം. ഇനി നമുക്കിവിടെ ആവശ്യമില്ലാത്ത അൺനെസസറി ലൈൻസ് എല്ലാം ഇറേസ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലുള്ള ലൈൻസ് എല്ലാം ട്രിം ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ട്രിം ചെയ്ത് കളയാം. TR ട്രിം
trim. സോ നമ്മുടെ പ്ലാന് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സ്റ്റെപ്പ് കൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. സ്റ്റെപ്പ് വരയ്ക്കാനായി ജസ്റ്റ് ലൈൻ ടൂൾ യൂസ് ചെയ്ത് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ദെൻ എൻ്റർ 30 എൻ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. 2 സ്റ്റെപ്പ് വരച്ചു കൊടുക്കുക. ലൈൻ ടൂൾ യൂസ് ചെയ്ത് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിന് ഒരു സ്റ്റെപ്പ് വരച്ചു കൊടുക്കാം. അത് അത്യാവശ്യം വലിയ സ്റ്റെപ്പ് തന്നെ വരച്ചു കൊടുക്കാം. സോ നമുക്ക് എൻ്റർ 30 എൻ്റർ ടൈപ്പ് ചെയ്ത് ഓഫ്സെറ്റ് ചെയ്യുക. ദെൻ ലൈൻ ടൂൾ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് സൺഷെയ്ഡിൻ്റെ ലൈൻസ് കാണിച്ചു കൊടുക്കാം. സൺഷെയ്ഡിൻ്റെ ലൈൻ കാണിച്ചു കൊടുക്കാനായി പോളിലൈൻ എന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോളിലൈൻ എന്ന കമാൻഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിൽ PL എൻ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതുപോലുള്ള എല്ലാ പോയിൻറ്റ്സും ഒന്ന് പിക്ക് ചെയ്ത് ലൈൻസ് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വരച്ച ആ ഒരു ലൈൻ എല്ലാം ഒരൊറ്റൊരു സെലക്ഷനാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോളിലൈൻ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഷെയ്ഡ് ലൈൻസ് വരയ്ക്കാനായി ഒരു 60 സെൻറ്റിമീറ്റർ പുറത്തോട്ട് ഓഫ്സെറ്റ് ചെയ്യണം. സോ ഓഫ്സെറ്റ് 60 എൻ്റർ എന്ന് ടൈപ്പ് ചെയ്ത് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഈ ലൈൻസ് മറ്റുള്ള ലൈൻസിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് അറിയാൻ വേണ്ടി നമുക്കിതൊന്ന് ഡോട്ടഡ് ലൈൻസ് ആക്കിയിട്ട് മാറ്റാം. അതിനുവേണ്ടി ഇവിടെ ഈ കാണുന്ന ബൈ ലെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിൽ അതർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഐസോ ഡാഷ് സ്പേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഒന്നുകൂടെ ഓക്കെ കൊടുക്കുക. ദെൻ ഷെയ്ഡ് ലൈൻസ് സെലക്ട് ചെയ്യുക. ബൈ ലെയർ എന്ന ഓപ്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്ത ഡോട്ടർ ലൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഷെയ്ഡ് ലൈൻസ് ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് ഡോട്ട് ലൈൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പ്ലാനിൽ എങ്ങനെ വിൻഡോസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വിൻഡോസ് കൊടുക്കാനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് എത്ര ഫ്രെയിമിൻ്റെ വിൻഡോസ് ആണോ വരയ്ക്കേണ്ടത് അത്ര ഫ്രെയിംസ് ഓഫ്സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഫ്രെയിമിന് ഏകദേശം 50 സെൻറ്റിമീറ്റർ വെച്ചാണ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റർ 50 എൻ്റർ എന്ന് ടൈപ്പ് ചെയ്ത് ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ വിൻഡോ ആയി. ഇനി 2 ഫ്രെയിമിൻ്റെ വിൻഡോ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ 2 ഫ്രെയിമിൻ്റെ വിൻഡോ ആയി. ഇനി 3 ഫ്രെയിമിൻ്റെ വിൻഡോ വേണമെങ്കിൽ ഒന്നുകൂടെ ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ 3 ഫ്രെയിമിൻ്റെ വിൻഡോ ആയി. പക്ഷേ ഇതല്ല നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്. നമ്മളിവിടെ വിൻഡോസ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വിൻഡോ നമ്മളിവിടെ സെപ്പറേറ്റ് വരച്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ഒരു ബ്ലോക്കാക്കി മാറ്റി ദെൻ ആ ബ്ലോക്കിന് പ്ലാനിൽ എവിടെയൊക്കെ വിൻഡോസ് വേണോ അവിടെയെല്ലാം നമ്മൾ കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്യാനാണ് പോകുന്നത്. സോ അതിനായി ലൈൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു വിൻഡോ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വാൾ തിക്നെസ്സിൽ തന്നെ വിൻഡോസ് വരയ്ക്കണം. സോ L എൻ്റർ 24 എൻ്റർ. ഇനി നമുക്കൊരു 100 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കാം. 100 എൻ്റർ. ഇനി മുകളിലോട്ട് 24 എൻ്റർ. വാൾ തിക്നെസ് തന്നെയാണ്. ഇനി ഈ 2 ലൈൻസിൻ്റെയും മിഡ് പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം. ദെൻ ഒരു 3 സെൻറ്റിമീറ്റർ നമുക്ക് ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സെൻട്രൽ ലൈനിൽ നിന്ന് എൻ്റർ 3 എൻ്റർ ഓഫ്സെറ്റ്. അതിനുശേഷം ഈ സെൻട്രൽ ലൈൻ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ വിൻഡോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് 100 സെൻറ്റിമീറ്ററിൻ്റെ വിൻഡോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഒരു ഫ്രെയിം എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഏകദേശം 2 ഫ്രെയിം വരുന്ന ഒരു വിൻഡോ ആണ്. നമുക്കിവിടെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം അത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ 3 ഫ്രെയിമുള്ള വിൻഡോ ആണ് വേണമെന്നുണ്ടെങ്കിൽ 100 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു വിൻഡോ നമുക്ക് 150 സെൻറ്റിമീറ്റർ ആയിട്ട് മാറ്റാം. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വിൻഡോ ബ്ലോക്ക് ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. അതിനായി കീബോർഡിൽ B എൻ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഞാനിവിടെ വിൻഡോ എന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിക്ക് പോയിൻ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിന്റിൽ ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഒബ്ജക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ വിൻഡോയുടെ ഈ ഒരു താഴത്തെ ഈ ഒരു ലൈൻ ഒഴികെ ബാക്കി എല്ലാ പോർഷനും നമുക്ക് വേണം. സോ ആ ഒരു പോർഷൻസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുക്കുക. ഇനി ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത ഈ ഒരു വിൻഡോ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി കീബോർഡിൽ I എൻ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. സോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു വിൻഡോ ആണ്. സോ അത് ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ നമുക്ക് വിൻഡോ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ മിഡ് പോയിന്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിത് സ്കെയിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ എനിക്കിവിടെ 3 ഫ്രെയിമുള്ള വിൻഡോ ആണ് വേണ്ടത്. സോ ഞാൻ 3 ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയിമിന് 50 ആണെങ്കിൽ 50 50 50, സോ 150 ആണ് എനിക്കിവിടെ വേണ്ടത്. അതിനായി ഞാൻ 1.5 എൻ്റർ 1 എൻ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ വിൻഡോ ഇവിടെ സ്കെയിലായിട്ടുണ്ട്. ഇനി റൊട്ടേഷനാണ്. സോ നമുക്ക് ഈ ഒരു രീതിയിൽ വിൻഡോ വെച്ചതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ വിൻഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു പോർഷനിൽ 2 ഫ്രെയിമുള്ള വിൻഡോ മതി. സോ 50 50, സോ 100 സെൻറ്റിമീറ്റർ ആണ് ആ വിൻഡോയുടെ ലെങ്ത് വരുന്നത്. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. സ്കെയിൽ ചെയ്യുന്ന സമയത്ത് 1 എൻ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ദെൻ റൊട്ടേഷൻ കറക്റ്റ് ആക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു വിൻഡോയുടെ ലെങ്ത്തും ഈ ഒരു വിൻഡോയുടെ ലെങ്ത്തും ഉള്ള വ്യത്യാസം. ഇത് 150 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇത് 100 സെൻറ്റിമീറ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് 3 ഫ്രെയിമുള്ള വിൻഡോ, അതുപോലെ തന്നെ ഇത് 2 ഫ്രെയിമുള്ള വിൻഡോ ആണ്. ഇവിടെ ഞാൻ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് 1.5 1 എന്നൊക്കെ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 1.5 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 150 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്രെയിമിൻ്റെ ആണ് വിൻഡോ എന്നുണ്ടെങ്കിൽ 0.5 എന്നാണ് ടൈപ്പ് ചെയ്യുക. നമുക്ക് ബാക്കി വിൻഡോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം എല്ലാ വിൻഡോസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. സോ ബാത്റൂമിൻ്റെ വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. സോ അത് വെൻറ്റിലേഷനാണ്. വെൻറ്റിലേഷൻ്റെ സൈസ് വരുന്നത് 60 സെൻറ്റിമീറ്റർ ആണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ എനിക്ക് വിൻഡോ വേണ്ട സ്ഥലത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. 60 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് മീറ്ററിലോട്ട് മാറുമ്പോൾ 0.6 എൻ്റർ 1 എൻ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ദെൻ റൊട്ടേഷൻ കറക്റ്റ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വെൻറ്റിലേഷനും ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലാൻ ഓൾമോസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. പക്ഷേ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പാർട്ട് 2 വീഡിയോ എന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് അധികം കൂടിപ്പോവും. സോ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡോറുകൾ എങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്യാം, പിന്നെ അതുപോലെ വാൾസിന് എങ്ങനെ ഹാച്ച് കൊടുക്കാം എന്നുള്ളത് നോക്കാം. പിന്നെ ഡൈമെൻഷൻസ്, ടെക്സ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.